ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം, നമ്മുടെ ചാനൽ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങളും അതേ കണക്ക് തന്നെ നമ്മുടെ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വർക്കൗട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനൽ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോഡി ബിൽഡിങ് അല്ലെ മസിൽ ബിൽഡിങ് അല്ലെ അതേ കണക്കുള്ള വിഷയങ്ങളോട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലോട്ട് ആദ്യം ഓർമ്മ വരുന്ന ഒരു പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശസ്തനായ അർണോൾഡ് ഷ്വാർസ്നെഗറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ. കാരണം ബോഡി ബിൽഡിങ്ങിനെ ഇത്രയും ജനപ്രിയമാക്കുന്നതിൽ വളരെയേറെ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഈ അർണോൾഡ് എന്ന് പറയുന്നത്. അമേരിക്കക്കാരനായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം സിനിമയിൽ കൂടിയും രാഷ്ട്രീയത്തിൽ കൂടിയൊക്കെ വളരെ ലോക പ്രശസ്തനായിട്ടുള്ള അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ എല്ലാത്തിനായിട്ടും ഉപരിയായിട്ട് അദ്ദേഹം ബോഡി ബിൽഡറായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മിസ്റ്റർ ഒളിമ്പിയ ജേതാവായിരുന്നു, മിസ്റ്റർ യൂണിവേഴ്സ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും ചോദിച്ചാൽ അറിയാം. അർണോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അറിയാം. അത്രയ്ക്കും ബോഡി ബിൽഡിങ്ങിനെ അത്രത്തോളം പ്രശസ്തമാക്കുന്നതിൽ വളരെയധികം പങ്കുവച്ച വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, പക്ഷേ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേര് മനോഹർ ഐക് എന്നായിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബോഡി ബിൽഡറായിരുന്നു. അതിലുപരിയായിട്ട് അദ്ദേഹത്തെ പോക്കറ്റ് ഹെർക്കുലീസ് എന്നുള്ള ഒരു അപരനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. വളരെ പ്രശസ്തനായിട്ടുള്ള ബോഡി ബിൽഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം 105-ാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത്. 105 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതുവരെ ബോഡി ബിൽഡിങ്ങിനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ മാർച്ച് 17, 1912 അദ്ദേഹം ജനിച്ചത്. 1912 കാംബില എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ, വെസ്റ്റ് ബംഗാളിലെ ഒരു കുഗ്രാമത്തിൽ, കാംബല എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, ആ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇന്ന് ബംഗ്ലാദേശിലാണ്. അപ്പം അവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അദ്ദേഹം വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം അദ്ദേഹം എയർഫോഴ്സിൽ, അന്നത്തെ നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള എയർഫോഴ്സിൽ അദ്ദേഹം ജോലിക്കായിട്ട് പ്രവേശിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം ഇറങ്ങിപ്പോരുന്നു. അങ്ങനെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ജയിലിലാവേണ്ട ഒരവസ്ഥ വന്നു. പക്ഷേ ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡിങ് എന്ന് പറയുന്ന കരിയർ അദ്ദേഹത്തിന് ആരംഭിക്കാനായിട്ട് സാധിക്കുന്നത്. ജയിൽ അദ്ദേഹം ജിമ്മാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ ജയിലിൽ അദ്ദേഹം വർഷങ്ങളോളം അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. ദിവസം 12 മണിക്കൂർ വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കൗട്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത്രയും ഡെഡിക്കേഷനായിരുന്നു ഈ ബോഡി ബിൽഡിങ്ങിനോട് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ജയിൽ മോചിതനാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ജയിൽ മോചിതനാവുന്നത്. അദ്ദേഹം അതുവരെ അദ്ദേഹം ജയിലിൽ തന്നെ തുടർന്നു. അതിനുശേഷം അദ്ദേഹം മോചിതനായിട്ട് അദ്ദേഹം ബോഡി ബിൽഡിംഗ് ഫീൽഡിലോട്ട് വരികയാണ് ഉണ്ടായത്. ഓക്കെ, അദ്ദേഹം അതിനു വേണ്ടിയിട്ട് വളരെയേറെ കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം 1951 മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി. 1951 മിസ്റ്റർ യൂണിവേഴ്സ്, അന്നൊരു ഇന്ത്യക്കാരന് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല ഒരു മിസ്റ്റർ യൂണിവേഴ്സ് മത്സരം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അങ്ങനെ 1952 അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ പ്രാവശ്യത്തെ ആദ്യത്തെ മിസ്റ്റർ യൂണിവേഴ്സായിട്ട് മാറുകയാണ്. ഇന്ത്യക്കാർക്ക് അഭിമാനിക്കായിട്ട് അദ്ദേഹം ബോഡി ബിൽഡിങ്ങിൻ്റെ അദ്ദേഹം ഒരു പുതിയ ചരിത്രമാണ് അദ്ദേഹം അന്ന് എഴുതി കുറിച്ചത്. അന്ന് വരെ ആർക്കും അറിയില്ലായിരുന്നു ഇന്ത്യയിൽ നിന്നൊരു ബോഡി ബിൽഡർ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇതിനുള്ള ശേഷിയുണ്ടെന്നോ, ബോഡി ബിൽഡിംഗ് രംഗത്തുണ്ടെന്നോ ആർക്കും അറിയില്ലാത്തൊരു കാര്യം. പക്ഷേ അന്ന് അദ്ദേഹം അത് കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുക്കുകയാണുണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ രാജ്യം വേണ്ട രീതിയിലൊന്നും ആദരിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് അതിലൊക്കെ ലാസ്റ്റ് കാലത്തൊക്കെ അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിനകത്തൊന്നും യാതൊരു വിഷമവും ഇല്ലായിരുന്നു. മരണം വരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ബിൽഡിങ്ങിൻ്റെ ആ ഒരു തപസ്സുകൊട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ നടക്കുമായിരുന്നു. സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ജിമ്മുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ ജിമ്മിൽ കൂടി വർക്കൗട്ട് ചെയ്ത് പ്രശസ്തരായിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡിങ് ഒരു കരിയറുമായിട്ട് മുമ്പോട്ട് പോയി. മിസ്റ്റർ യൂണിവേഴ്സ് ആയത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ നേട്ടം.
ഏഷ്യൻ ഗെയിംസിൽ 3 തവണ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരുപാട് ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 4 അടി 11 ഇഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊക്കം. 5 അടി പോലും തികച്ചില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോക്കറ്റ് ഹെർക്കുലിസ് എന്ന പേര് തന്നെ വീണത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചെസ്റ്റിൻ്റെ വിരിവെന്ന് പറഞ്ഞത് 54 ഇഞ്ചായിരുന്നു. ചെസ്റ്റിൻ്റെ വിരിവെന്ന് വെച്ചാൽ 54 ഇഞ്ചായിരുന്നു. അത്രയ്ക്കും നല്ല അടിപൊളി വിരിഞ്ഞ ചെസ്റ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതേ കണക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേസ്റ്റ് സൈസ് എന്ന് പറയുന്നത് വെറും 23 ഇഞ്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അരക്കെട്ടിൻ്റെയൊക്കെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈസെപ്സിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 46 സെൻറ്റിമീറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബൈസെപ്സിൻ്റെയൊക്കെ സൈസ്. അതിനൊക്കെ തന്നെ ഫോർ ആംസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 36 സെൻറ്റിമീറ്ററോളം സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അത്രയ്ക്കും പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ ബോഡി ബിൽഡറായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഈ നമ്മുടെ സർക്കസ്, യോഗ പോലുള്ളതൊക്കെ വളരെ വിഡ്ഢിത്തരങ്ങളാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ. അതിന് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സർക്കസുകാരനായിരുന്നു, 30ാമത്തെ വയസ്സിൽ അന്തരിച്ചു, എന്തോ അസുഖം വന്ന് മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ഇതിനെയൊക്കെ വെറുത്തിരുന്നൊരു മനുഷ്യൻ കൂടെയായിരുന്നു. വെയ്റ്റ് ട്രെയിനിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാത്തിനും അദ്ദേഹം അത്രയ്ക്കും സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അദ്ദേഹം 104ാമത്തെ വയസ്സിലാണ്, 2016 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പം അതുവരെയും ഏകദേശം 80 വയസ്സ് വരെയും ബോഡി ബിൽഡിങ്ങിൽ വളരെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മനോഹർ ഐക്കിൻ്റേത്. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളാരും തന്നെ ഈ ഒരു ഫീൽഡിലോട്ട് 2 ആൺമക്കളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഈ ഒരു ഫീൽഡിലോട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുക്കാനൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബോഡി ബിൽഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വലിയ താരങ്ങളുടെ പുറകെയൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള നമ്മുടെ ചില മൺമറഞ്ഞു പോയ നമ്മുടെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ മറന്നു പോവുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ നമുക്കും ഉണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നാച്ചുറൽ ബോഡി ബിൽഡറായിരുന്നു. അല്ലാതെ സ്റ്റിറോയിഡ്സോ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സുകളൊന്നും ഉപയോഗിച്ച് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ വിശാലമായ ബോഡി അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തത്. ഓക്കെ, അദ്ദേഹം ഫ്രൂട്ട്സുകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ പഴങ്കഞ്ഞി ചോറ്, അദ്ദേഹം രാവിലെ പഴങ്കഞ്ഞിയായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമെന്നായിരുന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ബോഡിയൊക്കെ രൂപപ്പെടുത്തി എടുത്തത്. അപ്പം ഇതാണ് മനോഹർ ഐക്കിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ചെറു വിവരണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിനൊക്കെയുള്ള പുതിയ വീഡിയോയിലോട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.